വേദിയിൽ അധ്യക്ഷനായിട്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സബ്ഗ്രൂപ്പ് ഓഫീസർ, അതേപോലെ സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള വിനോദ് സാറ്, അതേ നമ്മുടെ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന നമ്മുടെ ശശി അണ്ണൻ, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ്. നീണ്ട 36 വർഷം സർവീസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 1988 അല്ല ഡിസംബറിലാണ് കയറിയെന്ന് തോന്നുന്നു. നമ്മുടെ ആര്യങ്കാവിലെ അയ്യപ്പൻ്റെ ഏറ്റവും പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഒന്നായ ആര്യങ്കാവ് അയ്യപ്പൻ്റെ മുന്നിലാണ് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത്. ആര്യങ്കാവിൽ തുടങ്ങി പോരേടം മഹാദേവൻ്റെ മുന്നിൽ നിന്ന് വിരമിക്കുക എന്ന് പറഞ്ഞാലൊരു അപൂർവ ഭാഗ്യമാണ്. അയ്യപ്പൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങുന്നത് അത് ചുരുക്കം ചിലർക്കേ കിട്ടിയിട്ടുള്ളൂ. മിക്കവാറുള്ള ജീവനക്കാരെല്ലാം കയറുന്നതെന്ന് പറഞ്ഞാൽ ഒന്നീ ശിവൻ്റെ അവിടെ, ഇങ്ങനെ ഈ അച്ചങ്കോലാര്യങ്ങൾക്ക് സ്റ്റാർട്ടിങ് കയറുന്ന ആ ഒരു ചുരുക്കമാണ്. അപ്പം അങ്ങനെ അതിനൊരു മഹാഭാഗ്യം ഉണ്ടായി ശശികുമാറിന്. അത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ ഏറെ പ്രിയങ്കരനായ ശശികുമാർ ഏട്ടന് യാത്രയപ്പ് നൽകുക എന്നുള്ള മഹനീയമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാവരും കിട്ടും. മനോജ് കിട്ടുവാ, ബാ. അവിടെ തുറന്ന് കേട്ടോ. ബാ എല്ലാവരും ഇനി ബാക്കി എല്ലാവരും വരും. എല്ലാവരും കയറി ഇങ്ങോട്ട് കയറി ഒരു ഉപഹാരം കൂടെ കൊടുക്കുക. കവറങ്ങളൊക്കെ ബാബാ ശരി, ബാബാവേ കൊടുത്തോ. തിരിച്ച് അങ്ങനെ അതിൽ കാണണം. ഇനി തിരിഞ്ഞിരിക്കും. എല്ലാവരും ഇനി കയറിയില്ല. ഇനി എല്ലാവരും കയറി വരും. നിരന്നീക്കും. അതോടൊപ്പം തന്നെ ശശിക്ക് ഇനിയുള്ള ജീവിതകാലം നല്ല ഒരു ഭാവി ഒരിടത്ത് മഹാദേവരും ദൈവങ്ങളും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പറയുകയാണെങ്കിൽ എന്ന് വന്നാലും ശശിയേട്ടനെ നമ്മൾ ക്ഷേത്രത്തിൽ കാണുകയും നമ്മൾ കൊടുത്ത ഏത് കാര്യത്തിനും നമ്മൾ കൂടെ എടുത്ത് നിൽക്കുകയും ചെയ്യുന്നതാണ് ശശിയേട്ടൻ. സർവീസ് നടത്തിയ ശശിയേട്ടന് എല്ലാവിധ അനുഗ്രഹങ്ങളും മഹാദേവർ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബോർഡിൽ സേവനമനുഷ്ഠിച്ചിട്ട് ഒരു ചെറിയ തരുമ്പ് കറ പോലും വിരളാതെ സർവീസ് ജീവിതം പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, മഹാദേവന്റെ ഓമനപുത്രൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു ജീവനക്കാരൻ. ദേഷ്യപ്പെട്ട മുഖഭാവത്തോടുകൂടി ഞാൻ കണ്ടിട്ടില്ല. മഹാദേവനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ശശി എപ്പോഴും നല്ല ചിരിച്ച് എന്താ പറയുന്നത് പ്രയാസമുണ്ട്. ശശിയുടെ സേവനം, ശശിയേട്ടനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ കൊച്ചുനാളിലെ കാണുന്നതാണ്. ഇത്രയും വർഷത്തെ സേവനം കഴിഞ്ഞ് വിരമിക്കുന്ന ശശിയണ്ണന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. 36 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന നമ്മുടെ ശശിയണ്ണന് ശിഷ്ടജീവിതം, നല്ല ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ശശിയണ്ണന് നമ്മൾ കൊച്ചുനാളിലൂടെ കാണുന്ന ശശിയണ്ണനോട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം
ഞാൻ വെറും വളരെ ചെറുതായിരിക്കുന്ന കാലത്തോട്ട് കാണുന്നതാണ് ശശിയുടെ പ്രവർത്തനങ്ങൾ. ഏറ്റവും ഏറെക്കാലം നമ്മുടെ ദേശത്തപ്പനെ സേവിക്കാൻ ഒരവസരം ഉണ്ടായ നമ്മുടെ നാട്ടുകാരനായ ശശിയണ്ണൻ നമുക്ക് ശശിയണ്ണനെ പറ്റി കൂടുതൽ പറയുന്നത് ഞങ്ങളെ ഈ കുട്ടിക്കാലം ഞാൻ ഈ മുറ്റമായിരുന്നു ശശിയണ്ണൻ്റെ. ശശിയണ്ണനെ കട്ടി പോത്താണെങ്കിൽ ആയിരത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ചിലപ്പം ചിലപ്പം തിരുമേനിമാരോടൊക്കെ ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ എന്നോട് വിരോധം തോന്നാറുണ്ട്, ചിലർക്ക് സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ മേശാന്തിക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. അതുമല്ല, അദ്ദേഹത്തിന് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, ആ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് വരുന്ന തന്ത്രിമാർ വരുമ്പോൾ അവർ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മളെ മാത്രം കഴിയാൻ നമ്മുടെ ഭക്തജനങ്ങൾ എടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാനും നിങ്ങളോടൊപ്പം കാണും. ഈ മരിക്കുന്നവരെയും നമ്മളെ ഈ ക്ഷേത്രമുറ്റത്ത് ഭഗവാന്റെ ആശ്രിത വത്സരനായി തന്നെ, അല്ലെങ്കിൽ ഭഗവാന്റെ തോഴനായി നമുക്കിവിടെ ജീവിക്കാനാണ് ആഗ്രഹം. അതിന് എല്ലാവിധ സഹകരണവും നിങ്ങൾ തന്ന ഈ ഉപകാരം ഞാൻ അർഹിക്കുന്നതിൽ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് അർഹിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. ഞാൻ വിനോദ് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചടങ്ങിനൊന്നും വരികയൊന്നും വേണ്ട, ഞങ്ങൾ ദേവസ്വക്കാരൊരു ചെറിയ പരിപാടിയേ ഉള്ളൂ. ആദ്യം ഞാൻ മഹേഷിനോട് പറഞ്ഞത് ഇങ്ങനെ, ഒന്നും വേണ്ട, നിങ്ങൾ രഹസ്യമായിട്ട് എന്നെ പിരിച്ചുവിടുമ്പോൾ ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നും.